MRC ഗ്യാങ്ങിലെ ഈഗോ തല്ലുപിടി. MRC തൊപ്പി വേഴ്സസ് MRC ഷമീർ. എന്താണ് സംഭവിച്ചത്? ഷമീറിനെ കുറിച്ച് വേറൊരാളുടെ ലൈവിൽ തൊപ്പി വന്ന് പറഞ്ഞ കാര്യങ്ങളും, ഷമീർ വീണ്ടും ലൈവ് ഇടാൻ തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട്. അപ്പോൾ തൊപ്പി പറഞ്ഞ കാര്യങ്ങൾക്ക് ഷമീറിൻ്റെ ഒരു റിയാക്ഷനും, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഗ്യാങ്ങിൽ ഈ ഒരു ഇഷ്യൂ വരും, ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈഗോ പൊട്ടുന്നു. അതൊക്കെ ഭയങ്കര വിസിബിളായിട്ട് പുറം ലോകത്ത് ഇവരെ വ്യൂവേഴ്സിന് അത് കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇത് എത്തും എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഇത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ഞാൻ അന്ന് പ്രഡിക്റ്റ് ചെയ്തതാണ്. അത് കണ്ടതിന് ശേഷം തൊപ്പി നീ എങ്ങനെയുള്ളതാണ് പ്രഡിക്റ്റ് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് റെലവൻ്റ് ആയിട്ട് കാണാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ തോന്നാത്ത, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇത് കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ഡ്രോപ്പ് ചെയ്ത് പോകട്ടെ. കാരണം ഞാൻ MRC തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും തൊപ്പി കണ്ടൻറ്റുകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MRC ഗ്യാങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായാൽ എന്നോട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് കാണാം. എനിക്ക് വന്ന് പേഴ്സണലി അയച്ചു തരാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ ഷമീർ തൊപ്പി സീന് എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിലൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, തൊപ്പി വന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഷമീറിന് പറയാനുണ്ടെങ്കിൽ ഷമീർ പറയണമല്ലോ. ഒന്നാമത്തെ വിഷയം, ഇവരുടെ ഈ യൂണിവേഴ്സിനകത്ത്, MRC തൊപ്പി യൂണിവേഴ്സിനകത്ത്, ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഏതാ റിയാലിറ്റി ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇവന്മാരൊക്കെ സ്ക്രിപ്റ്റിന് ഭയങ്കര കിങ്ങുകളാണ്. എസ്പെഷ്യലി തൊപ്പി കണ്ടൻറ്റ് എങ്ങനെ മിൽക്ക് ചെയ്യണം, എവിടുന്ന് മിൽക്ക് ചെയ്യണം, അതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതൊക്കെ തൊപ്പിയേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ഇല്ല കേരളത്തിൽ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ വിഷയത്തിൽ തൊപ്പി കിങ്ങാണ്. അപ്പോൾ കമ്മിങ് ടു ദിസ് മാറ്റർ, ഇതിൻ്റെ ഒരു ബിൽഡപ്പ് നമ്മൾ കുറച്ച് ഇവരുടെ മാസങ്ങൾക്ക് മുമ്പുള്ള ഗ്രൂപ്പ് ലൈവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ഇതൊക്കെ തുടങ്ങുന്നത് തൊപ്പി ലൈവ് ചെയ്യൽ നിർത്തുന്നു, ഷമീറിനെ കൊണ്ടും ജാസീനെ കൊണ്ടും റാംബോനെ കൊണ്ടും ഒക്കെ ലൈവ് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു സൈഡിലൂടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സാധനങ്ങൾ സെറ്റപ്പാക്കി കൊടുക്കുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പേരുകളും ഒരു വ്യൂവർഷിപ്പ് ബേസും ഉണ്ടാക്കി കൊടുക്കുന്നു. തൊപ്പി ഒറ്റ വാനിഷ് മോഡിലേക്ക് പോകുന്നു. പിന്നെ ഇവരുടെയൊക്കെ ലൈവിൽ ഇടയ്ക്ക് കാണാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ആ ലൈവിൻ്റെ പവർ ഇതെങ്ങനെയാണ്, കൂട്ടത്തിൽ ഒരാൾ കൊമ്പനായിട്ട് നിൽക്കുക എന്നുള്ളത്, ഒരു പാക്കിനൊരു ലീഡർ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലീഡറായിട്ട് തന്നെ ഇരിക്കണം, ആ കൊമ്പനായിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് തോന്നും പാക്കിനൊരു ലീഡർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിനി കൊമ്പനാണ്, അവൻ പോയി. കാരണം ഇവരൊക്കെ ചാറ്റ് നോക്കിയിട്ടും ചാറ്റ് പറയുന്നതൊക്കെയാണ് ഇവരുടെ മെയിൻ ഐഡിയാസ്, ഇവരുടെ കോണ്ടൻറ്റ്. ചാറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ലൈവ് ഇടുന്നത്, ചാറ്റിനെയാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. ഈ ചാറ്റ് ചെയ്യുന്ന ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ ഇവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുള്ളാക്കാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് ചാറ്റിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചാറ്റിനൊരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങളെ തമ്മിൽ തല്ലിക്കാണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആ സെൻസിലെടുത്തിട്ട് തമ്മിലൊരു ഈഗോ ഇല്ലാതെ നിങ്ങൾക്ക് പോയിക്കൂടെ? ഓക്കെ, അപ്പം അങ്ങനെ 100,000 ചോദ്യങ്ങളും പിന്നെ ഈ പറഞ്ഞ ഈഗോ ക്ലാഷും ഇതൊരു ഞാൻ എഗെയിൻ പറയുന്നു, ചിലപ്പോൾ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞ് നോമ്പും പെരുന്നാളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കൂടി എല്ലാ പ്രശ്നവും തീർന്നു, അതൊക്കെ ഒരു എന്താ പറയുക ഫേക്ക് സ്ക്രിപ്റ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉള്ളത് തന്നെ. അപ്പം എൻ്റെ സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞത് തമ്മിൽ കുറച്ചധികം സീനുകളുണ്ട്. എസ്പെഷ്യലി ഷമീർ, തൊപ്പി, പിന്നെ മുനുവിനെ കാണാനേ ഇല്ല. മുനു അവിടെ പോയാവോ, മുനു ഡിസപ്പിയറാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത കുറേ അധികം മിസ്സിങ് ലിങ്കുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ആദ്യം തൊപ്പി ഷമീറിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷമീർ എന്താ അപ്ഡേറ്റ് ചെയ്യാൻ? ഐഫോൺ സോഫ്റ്റ്വെയർ ഷമീർ അപ്ഡേറ്റ് ചെയ്യാൻ. അന്ന് അതിന്റെ മോനെ കുറിച്ച് ഇവിടെ പറയരുത് കേട്ടോ, ഞാൻ കാര്യം പറയല. ഇത് എന്റെ ചാനലുള്ള ആരോ ആണല്ലോ. ഷമീർ എന്താ ഷമീർ നാട്ടിൽ എടാ പോയട്ടാ, ഇതെന്താന്നത് ചെക്കൻ്റെ ലൈവിൽ വെച്ച് ഷമീർ ആരുടെ ലൈവിൽ പോയിട്ടും ഷമീറിന്റെ പേര് സ്പാം ചെയ്യുന്നു. മമ്മൂന്റെ ലൈവിൽ ഇന്നലെ ഞാൻ ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും ഷമീറിന്റെ പേര് സ്പാം ചെയ്തിട്ട് മമ്മൂന് സ്ട്രീം ചെയ്യാൻ ഗ്രൂപ്പിൽ വന്ന് തൊപ്പി അങ്ങനെ പറഞ്ഞു. ഷമീർ MRC ഗ്യാങ് ലീവ് ചെയ്തോന്നാ? ഇതുവരെ ലീവ് ചെയ്ത് ഞാൻ അറിയാണ്ട് ലീവ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇതുവരെ ലീവ് ചെയ്തായിട്ട് അറിയില്ല. നീയാന്ന് അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള്.
എനിക്ക് തോന്നുന്നത് നിജാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. നിജാനാന്നപ്പോ എനിക്ക് തോന്നുന്നു എംആർജിന്റെ പുതിയ മാനേജ്മെന്റ് നിജാനാന്ന് തോന്നട്ടാ. നിജാൻ പറയുന്നത് ഷമീർ എംആർജി ഗ്യാങ് ലീവ് ചെയ്ത് തോന്നാം. അപ്പൊ ഇവനാന്ന് എനിക്ക് കാര്യങ്ങൾ നോക്കുന്നതാ. എല്ലാരും നിജാൻ പറയുന്നത് കേൾക്കണേ. നിജാനാണ് ഇനി അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആള്. ഓന്റെ പേര് മൈര. പക്ഷെ ഞങ്ങൾ ഷമീറിന് വേണ്ടിയല്ലേ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? എന്താന്ന് ഞാൻ മനസ്സിലാക്കണ്ട. എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഓന്റെ വീട്ടിലാ, ഓൻ വരുന്നില്ല. മനസ്സിലാവും. ഓൻ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. ഓനവിടെ എന്തെങ്കിലും തിരക്കായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ എന്താക്കണ്ട? അപ്പൊ കാല് പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും? അത് എനക്കൊണ്ട് പറ്റൂല. ഞാൻ കാര്യം പറയല. അതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല. വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ 2 ആഴ്ച എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, എന്നെ വിളിച്ചിട്ടില്ല. എനക്ക് അങ്ങനെ പോയി കാല് പിടിക്കല് ഇതൊന്നും എനക്ക് നടക്കൂല. മനസ്സിലാവും. ഷമീർ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഗെയിം സൗണ്ട് ഇല്ലാന്ന് നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ. എന്നെ വിളിക്കും. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലേ? അപ്പൊ മറ്റങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ. എന്നോടല്ല പറയണ്ട. മനസ്സിലാവും. എന്നെ വിളിച്ചിട്ടില്ല 2 ആഴ്ചയായിട്ട്. എനി ഇഗോ ഡോൺ എനി ഇഗോ തൊപ്പി പ്ലീസ് കം ബാക്ക് ഷമീർ. എനക്ക് ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ ലൈഫില് എനക്ക് ഈ ഗ്യാങ് എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു. എനിക്ക് എത്രത്തോളം എന്തെങ്കിലും ചെയ്യായിരുന്നു അറിയോ? എന്നിട്ട് ഞാൻ എന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഗ്യാങ്ങിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത് അതിൽ ഏറ്റവും മെയിനായിട്ട് വേറെ ആർക്കും കൊടുക്കാത്ത സപ്പോർട്ടാണ് ഞാൻ ഷമീറിന് കൊടുത്തത്. അല്ല, എന്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റി വെച്ച് സാക്രിഫൈസ് ചെയ്ത് ഓനക്ക് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പുഷ് ചെയ്ത് വേറൊരാൾക്കും അത്രയും പുഷ് ചെയ്യാൻ കൊടുത്തില്ല. റാംബോയിൽ ഇപ്പോഴും പറയും, മനസ്സിലാ, വേറൊരാൾക്കും ഞാൻ കൊടുത്തില്ല. അത്രയും പുഷ് ചെയ്ത് മൊത്തം സാക്രിഫൈസ് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഓനോട് ഈഗോ വന്നു. എന്നിട്ട് ഓനോട് ചെയ്തറിയാം തായോളി തന്തയിൽ പറയുന്നില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി. എനിക്ക് ഓൻ വന്ന് പറയട്ടെ. ഓൻ പറയട്ടെ. ഓൻ വന്ന് എന്റെ കാല് പിടിക്കട്ടെ. അങ്ങനെയാണോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കൂല. ഓൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓക്കെ, ഇതാണ് കുറച്ച് ഭാഗം. ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ വെക്കാം. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിതൊരു എന്താ പറയുക, സ്ക്രിപ്റ്റായിട്ടുള്ള ഫീലിംഗ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ വിവരം കുറച്ച് ആളുകളിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് സംതിങ് സീരിയസ് ഹാപ്പൻഡ്. ഓക്കെ, മിക്കവാറും അതിൻ്റെ ഒരു എസ്കലേഷൻ വന്നിട്ടുണ്ടാവുക ഈ പറഞ്ഞ അഷ്ഫാഖിൻ്റെ വരവും പിന്നെ ആ ഒരു ഷെഡ്ഡി ഡാൻസ്, ഷമീറിൻ്റെ ഷെഡ്ഡി ഡാൻസും അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം കാരണം ഒരു ഈഗോ ക്ലാഷ് ഓക്കെ ഡെഫിനറ്റ്ലി ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ അവിടെ തൊപ്പി പറഞ്ഞൊരു സാധനം, അത് തൊപ്പി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യാം. എന്താ പറയുക, അതൊരു നോട്ട് എ ബിഗ് ക്രൈം എന്ന് പറയാം. ബിൽഡ് ചെയ്തോ. ഞാൻ അങ്ങനത്തെ ഒരു ഗ്യാങ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് വിസിബിൾ അല്ലെങ്കിലും എൻ്റെ ലൈഫിൽ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ബട്ട് സ്റ്റിൽ എന്നെ റിവോൾവ് ചെയ്ത് ഞാനൊരു ഗ്യാങ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ബിട്രയിലോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ചതി, വഞ്ചന കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ട്. അത് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവണം? നമ്മൾ ആ പാക്കിൻ്റെ ലീഡറായിട്ടിരിക്കണം. മനസ്സിലായില്ലേ? എന്നാലേ നമ്മളെ ഗ്യാങ്ങിലുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. ആ റെസ്പെക്റ്റിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈം ലൈറ്റിൽ നിൽക്കണം. നമ്മളെ ലൈം ലൈറ്റ് നമ്മളെ ഗ്യാങ്ങിലുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ഓക്കെ നല്ലതിനാണ്, അവരെയും കൂടി വളർത്തി കൊണ്ടുവരാനാണ്, എവ്രിതിങ് ഈസ് ഫൈൻ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ വിഷയം എന്താ അറിയോ? നമ്മുടെ ലൈം ലൈറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിനോളമോ ആരെങ്കിലും, അതായത് എത്ര ഇനിയിപ്പോൾ നമ്മളെ സ്വന്തം എന്താ പറയുക ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിൽ അത്രയും വന്നാലടക്കം ഒരു തരത്തിലുള്ള ഈഗോ ഫ്രിക്ഷൻ അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഫോളോവേഴ്സ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നൊരു ഹൈ റവന്യൂ, ഇതൊക്കെ മനുഷ്യന് ഭയങ്കര ഹൈ ആവുന്ന ഐറ്റങ്ങളാണ്. അത് കയറി വരുമ്പോൾ നമ്മളെ വളർത്തി നമ്മളെ ഒപ്പം നിർത്തിയ ആളെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു തരം എന്താ പോയി ഞാൻ അവൻ്റെ കേൾക്കേണ്ട ആവശ്യമുള്ളൂ, എന്തോ ഇപ്പോൾ പറയേണ്ട ആവശ്യമുള്ളൂ, ഞാൻ നോക്കുമ്പോൾ ഓനും ഞാനും ഒരേപോലെയാണല്ലോ, ഓനുള്ള അത്ര തന്നെ എനിക്കൂട്ട, ഈ ഫീലിങ്ങിലേക്ക് ഒരു ഗ്യാങ്ങിനെ വളർത്തിയിട്ട് അതിലുള്ള ആൾക്കാർ പോകുന്നത് തടയേണ്ടിയിരുന്നു. മനസ്സിലായോ? അത് തടയാതിരിക്കുന്നതും അല്ലെങ്കിൽ അവർ വളരുമ്പോൾ അവരേക്കാ ഇരട്ടി വളരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് തൊപ്പി. ഇവരൊക്കെ തൊപ്പീനെ തന്നെയാണ് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത്. മനസ്സിലായില്ലേ? മമ്മു ആദ്യം മുതലേ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി, കുറേ ഏറെപ്പോയി. ഷമീർ പിന്നെ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് മീഷോന്ന് മേടിച്ചൊരു ഐറ്റം ആവാനാണ് തെറിവിളിയും അതും ഇതും കാണിക്കലും ഷെഡ് ഡാൻസുമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്.
റാംബോ ഏറെക്കുറെ അത് പിടിക്കാൻ നോക്കി തെറിവിളി അതും ഇതൊക്കെ ആയിട്ട് പിന്നെയും നടന്നില്ല. ജാസി പിന്നെ അത്ര ഒരു ആ തൊപ്പി ഫേസിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം തൊപ്പി ആവാൻ വേണ്ടി അല്ലെങ്കിൽ തൊപ്പി തന്നെ എന്നുള്ളൊരു മൂഡിലേക്ക് ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഷമീർ കുറേ അധികം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഷമീറിന് കണ്ണൂർ കിങ് ആക്കി. ഈ തൊപ്പിയുടെ ചാറ്റ് തന്നെ സ്പ്ലിറ്റായി, മനസ്സിലായി? തൊപ്പിയുടെ വ്യൂവർഷിപ്പ് തന്നെ സ്പ്ലിറ്റായി. പിന്നെ നിങ്ങളെല്ലാവരും കൂടിയും വന്നിരുന്നൊരു ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കെയർ ചെയ്യുന്നത് ചാറ്റിനെയാണ്. ചാറ്റിൽ കുറേ ആൾക്കാർ തൊപ്പീൻ്റെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ ഷമീറിൻ്റെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ റാംബോൻ്റെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ മമ്മൂൻ്റെ ഭാഗത്ത് വെക്കും. എസ്പെഷ്യലി സ്ഥിരമായിട്ടൊരു തൊപ്പി വൈബിൽ, നിഹാദല്ല തൊപ്പി വൈബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഷമീർ. ഒരു മോസ്റ്റ് മെജോറിറ്റി ഓഡിയൻസും ആ പഴയ തൊപ്പിയിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, അങ്ങനെ കാണിച്ചു കൂട്ടുന്ന തെറി വിളിക്കുന്ന ഇങ്ങനത്തെ അട്രോസിറ്റീസ് ചെയ്യുന്ന തൊപ്പിയെ കണ്ട് കളിയാക്കി ചിരിക്കാനും അല്ലെങ്കിൽ അത് കണ്ട് ഒരു എന്ന് പറഞ്ഞിരിക്കാനൊക്കെ താല്പര്യം ആ ഒരു ഫേസും ആ ഒരു കൈൻഡ് ഓഫ് ആക്ഷൻസും അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് അട്രോസിറ്റീസുമാണ്. അത് ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളർന്നത്. ഇവർ നോക്കുമ്പോൾ എന്താ ഷമീറിൽ ഈ സാധനങ്ങൾ കുറച്ചുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവർ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ വീഡിയോനകത്ത് ഞാനല്ലാതെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇന്നെ ചവിട്ടിയിട്ട് അവരെ പൊക്കുന്ന രീതിയിലുള്ള, അതായത് നമ്മളെ കുത്തണം, നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും, നമ്മളെ ഇഷ്ടമില്ലാത്തവരായിരിക്കും കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ തെറി പറഞ്ഞിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടും അവർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വടി കൈ കിട്ടുകയാണ്. എന്ത് ഇന്നെ താത്തിയിട്ട് ഒപ്പമുള്ള ആളെ ഒന്ന് പൊക്കി വയ്ക്കാൻ, മനസ്സിലായില്ലേ? ഇത് മനഃപൂർവ്വം കമൻ്റ് ഇട്ട് വയ്ക്കും. എന്നിട്ട് എന്താ ഇത് കാണുന്ന അപ്പുറത്തുള്ള നമ്മളെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഗ്യാങ്ങിലുള്ള ഒരാൾക്ക് തോന്നും കൊള്ളാലോ ഇന്നയാളോ പൊക്കി പറയണേ. സംഗതി പൊക്കി പറയുന്നത് ഈ ചെങ്ങായിനെ എന്തിനാ പൊക്കി പറയണേ? നമ്മളെ ചവിട്ടി താത്താനായിരിക്കും. അങ്ങനത്തെ സ്കീമുകൾ ഉണ്ട് ഇവിടെ. അങ്ങനെ ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന അങ്ങനത്തെ വ്യൂവർഷിപ്പ് ഉണ്ട്. അത് തൊപ്പിക്ക് ശേഷം കൂടുതലുമായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ. കാരണം ഇവരെ കമ്പൈൻ ലൈവ്, ടീം ലൈവിനകത്ത് അത് ഭയങ്കര വിസിബിളാണ്, ചാറ്റിനകത്ത് വിസിബിളായിരുന്നു. അപ്പോഴാണ് ആ ഷെഡ് കേസും അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഫാമിലി ഓഡിയൻസിനെ അത്രേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ഷഡ് ഇട്ടതുള്ളൂ. അങ്ങനെ സ്പിന്ന് വന്ന് കയറിക്കേ ഇത് ഇവനടക്കം കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ചെയ്തത്. ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ അച്ഛനുണ്ട്, ഇവനുണ്ട്, അസ്പാക്കുണ്ട്, എല്ലാം ഓനോടുണ്ട്. ഇവിടെ ഉണ്ടാവുമ്പോ എന്നെ ചെയ്തത്, ഇവിടെ ഉണ്ടാവുമ്പോ ചെയ്തത്, ഇവിടെ ഉണ്ടാവുമ്പോ ഇത് എന്നിട്ട് അസ്പാക്ക് എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്തില്ല? ഒന്ന് വായിവിട്ട് ആ സമയം ഡയലോഗ് അടിക്കുന്ന പറയട്ടെ ഞാൻ ഒന്ന് പറയാൻ വിട്. ഞാൻ പറയുമ്പോ ഒന്ന് പറയട്ടെ ഒരു കാര്യം. ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിൽ അണ്ണാക്കില് പിരിവെട്ടിയാന്ന് അല്ലെ പള്ളിയിൽ നേർച്ച കൂടാൻ പോയ നീ പള്ളിയിൽ ഇത് ഇൻട്രസ്റ്റോട് കൂടി ഞാൻ ഇത് അങ്ക് ചട്ടിയിട്ട് തുള്ളാൻ വേണ്ടിട്ട് ഞാൻ തുള്ളിയതല്ല. ഇവിടെ ഒരു റൂളാക്കി, ഇവിടെ ഒരു സ്പിൻ ബോൾ ഇങ്ങനെ ഒരു സാധനമാക്കി. റൂൾ ഈസ് റൂൾ. ഇത് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് നാറുകൾ ഉണ്ടല്ലോ പൊന്നു മക്കളെ, നിങ്ങളിപ്പോ എവിടെ പോയി? പൊത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ച കുർബാന കൂടാൻ പോയടാ നീയല്ലിപ്പോ. ഞാൻ ഒരു കാര്യം പെട്ട് ആ സമയത്ത് ഇവന് ഈ ഡയലോഗ് പറയണം. അന്നേരം ഈ ഡയലോഗ് ഇല്ലേ? കാരണം എന്താ അറിയോ, ഒരു കാര്യം പറയട്ടെ. ഇതെന്താ അറിയോ, ഒരു കൂട്ടത്തിൽ കൂടുമ്പം ആ കൂട്ടത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാവരും വാഴ്ത്തും. അതിനെ തെറ്റായിട്ട് ആരും കാണൂല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു തെറ്റ് നടക്കുമ്പോൾ ആരും അതിനെ കുറിച്ച് ഇതാക്കില്ല, എല്ലാവരും സപ്പോർട്ടീവ് ആണ്. ആ പരിപാടിയാണ് ഇവനും അടക്കം ചെയ്തത്. അന്നേരം ഒന്നും ബായി ഉറക്കൂല, അന്നേരം ഒന്നും മിണ്ടൂല, അന്നേരം ഒന്നും ഇതാക്കൂല. ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ ചെയ്തത്? അനക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഷട്ടിയിട്ട് തുള്ളാൻ വേണ്ടി? ഞാൻ എന്തുകൊണ്ട് ചെയ്തു? ഓഡിയൻസ് പറഞ്ഞു, നിങ്ങൾ പോൾ ചെയ്തു. ഞാൻ അത്ര പറഞ്ഞു, എനിക്ക് ഒരു കല്യാണം കഴിക്കണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞു. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. നിങ്ങൾ
നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു. ആസ് എ സ്ട്രീമർ ഞാൻ എന്റെ കാര്യം ചെയ്തു. എന്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. ഇപ്പൊ സംഭവം ഇതിലുള്ള കാര്യം എന്താ ഞാൻ മനസ്സിലാക്കിയ നീ ഈ മങ്കി കയറിയിട്ട് അപ്പൊ എന്തുകൊണ്ട് സോഷ്യൽ പ്രതിബദ്ധതയുള്ള നീ എന്തുകൊണ്ട് പെണ്ണുപിടിക്കാൻ നിൽക്കുന്നു? എന്ത് പെണ്ണുപിടിക്കാൻ? ഞാൻ ഒരു കാര്യം പറയാം. ഞാനും പൊട്ടനാ നീയും പൊട്ടനാ, നമ്മള് ശ്രീനിവാസാ, നമ്മള് കോമാളികളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ഇത് അല്ലാണ്ട് ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് ഈ ഒരു വിഷയത്തിന് ശേഷം എനിക്ക് ഉറപ്പായിരുന്നു അത്ര ഈസി ആയിരിക്കില്ല ഇനി ഈ ഗ്യാങ്ങിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത്. ഈ ഹനാൻഷ കീപ്പ് ചെയ്യുന്ന ഒരു തരം ഫീൽ ഗുഡ് പരിപാടിയും പിന്നെ ആ ലൈവിനകത്ത് ഹനാൻഷനെ ത്രൂ ഔട്ട് ലൈവ് കൊണ്ടുപോകുന്നൊരു പാറ്റേൺ ഉണ്ട്. ഹനാൻഷാക്ക് വേണമെങ്കിൽ ആ ബാറ്റൺ വേറൊരാൾക്ക് കൈമാറിയിട്ട് അവരിലൂടെ കൊണ്ടുപോവുക എന്നുള്ള സ്കീം വേണമെങ്കിൽ നോക്കാം. എന്നാൽ ഹനാൻഷാക്ക് അപ്പുറത്ത് നിന്നിട്ട് ഗസ്റ്റ് പോലെ വന്നിട്ട് പോവാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, ഹനാൻഷ കീപ്പ് ചെയ്യുന്ന ഒരു തരം സാധനമുണ്ട്. ഒരു ടൈമിൽ ഹനാൻഷായുടെ വ്ളോഗിനേക്കാൾ കൂടുതൽ ഫാമിലി ഓഡിയൻസ് കണ്ട ഒരു വ്ളോഗായിരുന്നു തൊപ്പി എൻ്റെ MRC ഗ്യാങ്ങിൻ്റെ വീഡിയോസ്. പക്ഷെ അപ്പുറത്തൊരു കൺസിസ്റ്റൻസി ഹനാൻ കീപ്പ് ചെയ്തു. ഇപ്പുറത്തെ ആ കൺസിസ്റ്റൻസി തൊപ്പി കീപ്പ് ചെയ്തില്ല. തൊപ്പി ബാക്കിയുള്ളവരെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. ദാറ്റ് റിയലി അട്ടർലി ബാക്ക് ഫയർഡ്. അവിടെയാണ് ഈ ഗ്യാങ്ങുകളിൽ ആളുകൾ തമ്മിലുള്ള ഈഗോ കുരുവട്ടലും വിഷയങ്ങളും തുടങ്ങിയെന്നുള്ളതാണ് ഞാൻ അന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും തൊപ്പി ബാക്കി പറയുന്നതുകൊണ്ട് കേൾക്കാം. എന്റെ ലൈഫിൽ എത്രയോ വലിയ വലിയ ചതികളും ബിട്രയൽസും ഞാൻ ഇതായിരുന്നു. എന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് അത്രയും വലിയ വലിയ ചതികൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാ, പലർക്കും പല രീതിയിലും ഷമീറിന് പോലും പണ്ടെല്ലാം ഷമീർ എന്തെല്ലാം ചെയ്തതിന് എല്ലാം ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലാ, പക്ഷെ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ ഇതാവണം. മനസ്സിലാ, കൂട്ടാക്കണം. അല്ലെങ്കിൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലാ, അല്ലാണ്ട് എനക്ക് അങ്ങോട്ട് ഇതാക്കാൻ കഴിയില്ലടാ, ഞാൻ അങ്ങനെയാ എന്നെ ഇങ്ങോട്ട് വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. മനസ്സിലായി, എന്നോട് ഇങ്ങോട്ട് വന്നൊന്നും അല്ലെങ്കിൽ സംസാരിച്ച് ഞാൻ ആരോട് എന്ത് തെറ്റും ഞാൻ ക്ഷമിച്ചു കൊടുക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഇതാക്കാൻ പറ്റില്ല. ഷമീർ ഇല്ലെങ്കിൽ ഓക്കെ, തൊപ്പിയും ഇല്ലാതെ ഒരു നൈറ്റ് പോലും ഇപ്പൊ സുഖമില്ല, ഒന്ന് ലൈവ് ഗ്യാങ് ലൈവ് എങ്കിലും അവിടെ അങ്ങനെ ഞാൻ ഒരു കാര്യം പറ്റും. ഞാൻ സാധാരണ ഈ ലൈവ് വരുന്നത് എങ്ങനെയുള്ള സമയം അറിയാം. ഞാനിപ്പം ഇവിടെ ഇവന്റെ ലൈവിൽ വന്നിരിക്കുന്ന നോക്കണ്ട, ഇത് എന്റെ ലൈവ് അല്ല, ഇത് ആരും കാണുന്നില്ല. മനസ്സിലായത്, ഞാൻ എനിക്ക് ഇവിടെ വന്നിട്ടിരിക്കാൻ എനിക്ക് ഓക്കെ. പക്ഷെ എന്റെ ചാനലിൽ എനിക്ക് ലൈവ് ഇടുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ളി ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റും. ഇപ്പൊ എനിക്ക് അത് പറ്റൂല. മനസ്സിലായോ, ദ ഫീൽ ഓഫ് ബിട്രയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടൂല. ഒരു സാധനം ഉണ്ടടാ, ഒരു ഊമ്പിയ ഫീലിംഗ്. അതല്ല ഞാൻ ഇവന്റെ ചാനലിൽ വന്നിട്ട് ലൈവ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ ചാനലിൽ എനിക്ക് ലൈവ് ചെയ്യണം കിട്ടില്ല. എനിക്ക് മൊത്തം ഇതാണ്, മൊത്തം ഹാപ്പി ആണ്. ഞാൻ ഇപ്പൊ ഹാപ്പി അല്ല. മനസ്സിലായി, ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവും, അതെല്ലാം വിട്. കുറെ ആൾക്കാർ വന്ന് ഷമീർ എവിടെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഷമീർ എന്നെ വിളിക്കുവാണെങ്കിൽ കോൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഷമീർ എന്നെ വിളിച്ചിട്ട് ഒരു മാസം അത്ര 2 ആഴ്ച ആയിപ്പോ. 2 ആഴ്ചയായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. മനസ്സിലായോ, ചതി എന്നുള്ളത് എടുത്തെടുത്ത് വീണ്ടും തൊപ്പി പറയുന്നുണ്ട്, തെറിയും വിളിക്കുന്നുണ്ട്. ഈ ചതി സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരം ചതിയാണ് ഷമീർ തൊപ്പിയോട് ചെയ്തതെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി ഉള്ള സ്കീമാവാൻ ഒരു വഴിയില്ല. ഓക്കെ, അല്ലാത്ത പക്ഷം പിന്നെ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഗസ്സുകൾ പലതും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. കാരണം എന്താ പറയുക, നാളുകളിൽ ഇവരൊക്കെ കൂടണം. എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ്. ഇതൊന്നും അധികകാലം വെച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഹാപ്പൻസ്, ഇതൊക്കെ നടക്കുന്നതാണ് ലൈഫിൽ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ, ഗ്യാങ്ങിനിടയിൽ, ഫ്രണ്ട്സിനിടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരുന്ന വിഷയമാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ സംസാരമില്ലായ്മയാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഷമീറും തൊപ്പിയും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതന്നെ വലിയൊരു ഗ്യാപ്പാണ്. ഒരു ചതി എന്നാണ് തൊപ്പി പറയുന്നത്. അപ്പോൾ ഒരു ചതി എന്ന് പറഞ്ഞ സാധനം പറ്റിപ്പോയതാണോ, മനഃപൂർവ്വം സംഭവിച്ചതാണോ, അതോ ഇനി ഷമീറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായത് തൊപ്പിക്ക് ചതിയായി തോന്നിയതാണോ? ഇതിനൊക്കെ സ്വയം തൊപ്പിക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഷമീറോട് സംസാരിക്കണം. അതിനാണ് തൊപ്പി പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്ത് സംസാരിക്കണം, അതിന് ക്ലാരിറ്റി കൊടുക്കണം. നാളുകളിൽ ആ ക്ലാരിറ്റി കൊടുത്താൽ നല്ലത്. കാരണം എല്ലാവരുടെ മുന്നിലും ഒരു ബഞ്ചായി ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി എരിവും പുളിയിട്ട് തരുന്ന ചാറ്റ് തന്നെ നിങ്ങളെല്ലാവരും
ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അവർക്കൊരു രസം ഉണ്ടാവില്ല. ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആൾക്കാരെ തമ്മിലടുപ്പിക്കാനാണ് ചാറ്റ് അധികം നോക്കാറ്. അതിപ്പോൾ അവർക്ക് നടക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ജെന്യൂനായിട്ട് ഇപ്പോൾ നിങ്ങളോട് ഓക്കെ എല്ലാം സ്പ്ലിറ്റായി പോയപ്പോൾ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷമീറിൻ്റെ റിപ്ലൈ ഉണ്ട് ഇതിനകത്ത്. വൈ ഹോം എല്ലാം കുറച്ച് നാൾ വീട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളെയല്ല അവിടെ നിന്ന് തന്നെയായിരുന്നു, കുറച്ച് നാൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതെന്താ ഇഷ്യൂ ഇതെന്താ ഇഷ്യൂ ഒന്നുമില്ല ഇഷ്യൂ ഒന്നുമില്ല. എന്ത് ഇഷ്യൂ? വൈ ഹോം എല്ലാം കുറച്ച് നാൾ വീട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളെയല്ല അവിടെ നിന്ന് തന്നെയായിരുന്നു, കുറച്ച് നാൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഷ്യൂ എന്ത് ഇഷ്യൂ? എന്താ ഇഷ്യൂ ഒന്നുമില്ല. ഇഷ്യൂ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഓനല്ലേ പറഞ്ഞത്. അപ്പോൾ ഓൻ തന്നെ പറയട്ടെ ഇഷ്യൂ എന്താണെന്നുള്ള, ഓൻ തന്നെ പറയട്ടെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓനെല്ലാം എന്തോ ആന്ന് പറഞ്ഞത്, അപ്പോൾ പിന്നെ ഓൻ തന്നെ ക്ലിയർ ചെയ്യട്ടത്. ഞാൻ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഓനാന്ന് പറഞ്ഞത്. അപ്പോൾ ഓൻ തന്നെ അത് ക്ലിയർ ചെയ്യട്ടെ. കുറച്ച് കാര്യങ്ങളുണ്ടാ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ല ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് സോൾവ് ആക്കും, അത് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നമ്മൾ സോർട്ട് ചെയ്തോളും. അത് സോർട്ട് ചെയ്ത് തീർക്കും, അത്രേ ഉള്ളൂ. ഈഗോ പറഞ്ഞോ. നോ സീൻ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്ക് അത്രയും ഉറപ്പാണ്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ആരെയും തെളിയിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് തോന്നുന്നില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷമീർ അങ്ങനെ കാര്യങ്ങളൊന്നും വിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ തീർക്കും, പേഴ്സണൽ ഇഷ്യൂസാണ്, തീർക്കും എന്നുള്ളൊരു ഹോപ്പ് പറയുന്നുണ്ട്. തൊപ്പിയാണല്ലോ പറഞ്ഞു തുടങ്ങി, ഓൻ തന്നെ പറയട്ടെ എന്നാണ് ഷമീറിൻ്റെ വേർഷൻ. തൊപ്പിന് ഒന്നുമില്ല, അതൊന്നും വന്ന് പറയുന്നില്ല. തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നിരുന്നിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലെങ്കിലും അവർ പറയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വ്യൂവേഴ്സ് ചാറ്റ് വിൽ ഡിമാൻഡ്, എന്താ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരത് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ചാറ്റ് പറഞ്ഞതാണല്ലോ എല്ലാം, ചാറ്റ് പറഞ്ഞതെല്ലാമായിട്ട് കാണുന്ന ഒരു എന്താ പറയുക, സ്ട്രീമേഴ്സിന് അവർക്ക് ചാറ്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഈഗോ ഇഷ്യൂസ് ആണെങ്കിലും പേഴ്സണലി സംഭവിച്ച എന്തെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഒരു ഗ്യാങ് ഉണ്ടാക്കാനും അത് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. ഓക്കെ, എസ്പെഷ്യലി ഞാൻ വേറെ കാര്യം പറയാം, ഹനാൻ കുറച്ചും കൂടി അത് ഈസി ആവാൻ കാരണം എല്ലാം വീടും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും അങ്ങനെ ആ സാധനം സ്വന്തം ചോരയിലുള്ള ആളുകൾ, ഉപ്പ ഉമ്മ അനിയൻ, പിന്നെ കസിൻസ്, അങ്ങനെ പിന്നെ ക്ലോസ് ഫ്രണ്ട്സ്. ഇത് കുറച്ചും കൂടിയും എന്താ പറയുക, നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് ബോണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ടാസ്ക്കാണ്, എവിടെയോ കിടക്കുന്ന ആരൊക്കെയോ ആണ് പിന്നെ വന്ന് കൂടി എല്ലാം ആരൊക്കെയോ ആയി മാറിയത്. അങ്ങനത്തെ ഒരു സീനിൽ പഴയ ഫ്രണ്ട്സ് വരുമ്പോഴും പുതിയ ഫ്രണ്ട്സിന് കിട്ടുന്ന അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് കിടന്ന് വർക്കൗട്ട് ആവാനുള്ള ഐറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു മേജർ ഡ്രോബാക്ക് ഇങ്ങനെ ഇതിനകത്ത് ഉണ്ട്, ഇങ്ങനെ ഒരു ഗ്യാങ് മെയിൻറ്റെയിൻ ചെയ്തത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് തൊപ്പി സ്റ്റാൻഡപ്പ് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഗ്യാങ് ലീഡർ എന്ന് പറയുമ്പോൾ ആ ഗ്യാങ് ലീഡറിനെ പോലെ റെസ്പോണ്ട് ചെയ്ത്, അല്ലെങ്കിൽ ഗ്യാങ് ലീഡർ എപ്പോഴും ഒരു വഴി കാണിച്ചു കൊടുത്ത് ഗ്യാങ് ലീഡർ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചാറ്റ് തന്നെ ഇത് കൊളാക്കാൻ നടക്കുകയാണ്. പിന്നെ ഇവർ കംപ്ലീറ്റ് ബ്ലെയിം ചാറ്റിൻ്റെ തലയിൽ ഇടാനും പറ്റില്ല, കാരണം ചാറ്റ് പറയുന്ന എല്ലാം എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറ്റണം. ചാറ്റ് പറയുന്ന എല്ലാം അത് എന്തിന് ചാറ്റ് പറയുന്നു എന്നുള്ളതും കൂടി ചിന്തിച്ചിട്ട് വേണം അടുത്ത വട്ടം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം അതിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഇവർക്കൊക്കെ. തൊപ്പിക്ക് എസ്പെഷ്യലി ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. ബാക്കിയുള്ളവർക്കും കൂടി ഇപ്പം അത്യാവശ്യം ഇതൊക്കെ ചെയ്തപ്പോഴും ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ ഇടയ്ക്ക് ഇപ്പോൾ ജാസിയൊക്കെ ഈ ഇഷ്യൂ കഴിഞ്ഞ വട്ടം ലൈവിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ കാരണം, ചാറ്റ് കാരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചാറ്റ് കാരനാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വട്ടം മുതൽ ചാറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചാറ്റ് പറയുന്നത് എന്നുള്ളത് ചിന്തിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം. ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് അവരോട് വേറെ കാര്യം പറയാം. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് നോക്കി MRC ഗ്യാങ് തിരിച്ചു വരട്ടെ. എങ്ങനെയായിരുന്നു അവർ ഗസ്റ്റിനൊക്കെ കൊണ്ടുവന്ന് പുതിയ ടാലൻറ്റിനെയൊക്കെ കാണിച്ച് എങ്ങനെയാണ് പോയിരുന്നത്. ദാറ്റ് വാസ് എ ഗോൾഡൻ ഫേസ്. പിന്നെ തൊപ്പിയാണ് മാറി ലൈവ് ചെയ്യാതെ ഇവരൊക്കെ ലൈവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇത് ഷമീറിൻ്റെ കേസിലാണെങ്കിൽ രണ്ടാമത് ലൈവ് വീട്ടിൽ നിന്ന് തുടങ്ങി. ഇന്നലെ എങ്ങാണ്ട് മറ്റേ ഈഗിളായിട്ട് വള്ളി പിടിച്ചിട്ടുണ്ട്. അത് വേറെ കേസ്. അതൊന്നും പിന്നെ ഞാനത് നോക്കാറില്ല. കാരണം അത് കുറച്ച് കാലമായിട്ട് ഈ MRC TV എന്ന് പറഞ്ഞുള്ള ലൈറ്റ് അതിനകത്ത്
ആർപ്പിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതങ്ങനെ ഒരു സൈഡിൽ കൂടി പോകും. ബട്ട് ഈ ഗ്യാങ് നിന്ന് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ രസമായിരുന്നു, ഒരു ഫ്രെയിം നിറച്ച് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ആൻഡ് നിയർ ഫ്യൂച്ചറിൽ അത് അങ്ങനെ തന്നെ കാണാൻ സാധിക്കട്ടെ. എന്താണെങ്കിലും ഈഗോസ് കാര്യങ്ങളൊക്കെ ലൈഫിൽ പലർക്കും തമ്മിലൊക്കെ വരാം. പറഞ്ഞാൽ തീരേണ്ട വിഷയമേ ഉള്ളൂ. ഓവർ എ ഫോൺ കോൾ, ഒരു നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് 2 ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സാധനം സെറ്റാവും. അങ്ങനെയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നല്ലത്. അല്ല ഒട്ടും തീർക്കാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ചാറ്റിനോടൊന്നും ഡിസ്കസ് ചെയ്യാതെ ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഇനി MRCയിൽ ഇന്ന ആളില്ല, അല്ലെങ്കിൽ ഇനി MRCയിലേക്ക് ഞാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറി പോയിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. മാക്സിമം ഒറ്റ ഗ്യാങ്ങായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ആ ഗ്യാങ്ങായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു സൂപ്പർ പവർ കിട്ടിയൊരു ഫീലുള്ളത്. ഒറ്റയും തെറ്റായിട്ട് തെറിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. ഈവൻ തൊപ്പിക്കാണെങ്കിൽ അടക്കം ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടും തോന്നുന്നുള്ളൂ. ആ ഒരു ഗ്യാങ് ആംബിയൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ ലെറ്റ്സ് സീ എന്താണ് കമ്മിങ് ഡേയ്സിൽ നടക്കുക എന്നുള്ളത്.